യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങൾ കുടുംബമായി പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തിൽ ഒക്കെ ആയിരിക്കുന്നതും ഒരു ഭാഗ്യമാണ്. ഒന്നുമല്ലെങ്കിലും ഇത്രയും ആളുകൾ ദൈവവചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെ ഒരു അടയാളമാണ്. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാം. ദൈവത്തിൽ നിന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒന്നും വൈകത്തില്ല, അത് അനുഗ്രഹമായിട്ട് തന്നെ വരും. ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേക്കും വരും. നമ്മളൊരു 9:45 വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ കുറച്ച് താമസിക്കും കേട്ടോ. എന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുമോ? ഉച്ചയാകുമ്പോഴത്തേക്ക് അവരെ വിളിച്ചപ്പം ഉച്ചയാകുമ്പോഴും അവരെത്തുന്ന ലക്ഷണമില്ല. വന്നപ്പോഴത്തേക്കും വൈകുന്നേരം 3:30 കഴിഞ്ഞു, 3:45. 9 മണി 10 മണിക്ക് വരുമെന്ന് പറഞ്ഞ ആളാ വന്നത് വൈകുന്നേരം 3:45, 3:30, 3:45 ആയപ്പോഴാണ് വരുന്നത്. മനുഷ്യരിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ സമയത്തൊന്നും വരാൻ നിർബന്ധമില്ല, അധികം വൈകും. എന്നാൽ അതുപോലെയല്ല, ദൈവത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് വൈകുകയില്ല, സമയം തെറ്റുകയില്ല. സൗഖ്യമായാലും ഒരു നന്മയായാലും ദൈവത്തിൽ നിന്നെല്ലാം പ്രതീക്ഷയോടെ ഒന്നിരുന്നേ. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും അല്ല പ്രതീക്ഷിക്കുന്നത്, ഈ വചനത്തിലൂടെ ദൈവമേ നിന്നിൽ നിന്ന് പ്രതീക്ഷയോടെ ഞങ്ങളിരിക്കുന്നു. അനുഗ്രഹം സ്വീകരിക്കാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത്? സമയം തെറ്റുകയില്ല, അത് വൈകുകയില്ല, ലേറ്റാവില്ല, കൃത്യസമയത്ത് വരും. ദൈവം നമ്മളെ സഹായിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷമായി പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതാണ്. അന്ധനെ സുഖപ്പെടുത്തുകയാണ്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരാളെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഈ അന്ധനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. പക്ഷേ ഈ സൗഖ്യമാക്കിയ വ്യക്തിയെ ആ ദേശക്കാർ അവിടെ നിന്ന് പുറത്താക്കി, അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കി, ഒഴിവാക്കി. 22-ാമത്തെ വാക്യം വായിക്കുവാണ്. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തുവെന്നാരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അപ്പം ഈ അന്ധനായ മനുഷ്യനെ പുറത്താക്കിയോ? ഇതാ 34-ാമത്തെ വാക്യം. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. സൗഖ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച ആ സാക്ഷ്യം പറഞ്ഞവനെ ആ കൂട്ടായ്മയിൽ അവർ പുറത്താക്കി, ഒഴിവാക്കി, ഓടിച്ചു. ആരെങ്കിലുമൊക്കെ നിങ്ങളെ പുറത്താക്കിയോ? ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും കേട്ടോ. ചിലപ്പോൾ മനസ്സിൽ നിന്ന് പുറത്താക്കും, ചിലപ്പോൾ അവർക്ക് മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവില്ല. നമ്മളെ ചിലരെ പുറത്താക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് നമ്മൾ പുറത്താക്കും ചിലരെ.
എവിടെയെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് എന്നെ അവർ പുറത്താക്കി കളഞ്ഞല്ലോ, എന്നെ അവഗണിച്ചല്ലോ, എന്നെ ഒഴിവാക്കിയല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ നിങ്ങളെ പുറത്താക്കിയോ? എവിടെയെങ്കിലുമൊക്കെ മറ്റുള്ളവരാൽ ഒഴിവാക്കപ്പെട്ട, ഓടിച്ചു വിടപ്പെട്ട അനുഭവമുണ്ടോ? 9-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചേ. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു. അപ്പം അവർ പുറത്താക്കിയ ആളെ ഇപ്പോൾ ആര് കണ്ടു? യേശു കണ്ടു. യേശു അവനെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോരുത്തരുടെ അനുഭവമാണ്. എൻ്റെ അനുഭവമാണ്, പലരുടെ അനുഭവമാണ്. പലർ കരഞ്ഞു പറയുന്നത് ഇതാണ്: എന്നെ എല്ലാവരും പുറത്താക്കി, എന്നെ അവർ അവഗണിച്ചു, ഒരു കാലത്ത് എന്നെ അവർ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആളാണ്. പക്ഷേ ദൈവം എന്നെ കണ്ടു. ആ ദൈവം എന്നെ ചേർത്ത് പിടിച്ചോണ്ടാ ഇന്ന് ഞാൻ ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഇല്ല തകർന്നു പോയേനെന്ന്. മനുഷ്യരാരെല്ലാം ഒഴിവാക്കിയാലും പുറത്താക്കിയാലും അവരെ യേശു കാണും. അവനെ കണ്ടപ്പോൾ, അപ്പം മനുഷ്യൻ പുറത്താക്കിയവരെ കാണാനിപ്പോൾ ആര് പോയി? യേശു പോയി. യേശു അവനെ കണ്ടു. ഒരു വാക്യം വായിക്കുകയാണ് കേട്ടോ. ആ വാക്യം വായിക്കുന്നത് 9-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. അവിടെ ഒരു വാക്യം വായിക്കാതെ പോകുന്നത് ശരിയല്ല. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആരുടെ പ്രാർത്ഥന? ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, അന്ധനെ സുഖപ്പെടുത്തിയ ഒരു ദൈവം. അന്ധനെ സുഖപ്പെടുത്തിയ വിവരം യഹൂദരറിഞ്ഞിട്ട് ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ അവനെ പുറത്താക്കി, ഒഴിവാക്കി. പക്ഷേ ഒഴിവാക്കിയാലും ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്. എവിടെയും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല കേട്ടോ. എവിടെയും വീണു പോകാൻ സമ്മതിക്കുകയില്ല കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യം വായിച്ചു. യഹൂദർ അവനെ പുറത്താക്കി, യേശു അവനെ പുറത്താക്കി എന്ന് എഴുതിയിട്ടില്ല. ദൈവം ആരെയും പുറത്താക്കില്ല കേട്ടോ. നിങ്ങളെത്ര പാപിയാണെങ്കിലും, നിങ്ങളെത്ര ബലഹീനമുള്ളതാണെങ്കിലും, എന്തുമാത്രം ജീവിതത്തിൽ പാളിപ്പോയ ആളാണേലും, എത്ര തകർന്നു പോയ ആളാണേലും, മനുഷ്യനും കുടുംബവും കുടുംബക്കാരും വീട്ടുകാരും മക്കളും ജീവിത പങ്കാളിയും നിങ്ങളെ പുറത്താക്കിയാൽ പോലും സർവശക്തനായ ദൈവം നിന്നെ പുറത്താക്കില്ല കേട്ടോ. കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ട്, പുറത്താക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, നമ്മളെ പുറത്താക്കാൻ പലരും കളിക്കുന്നവരുണ്ട്, പലരും പൊളിറ്റിക്സ് കളിക്കുന്നവരുണ്ട്, ഇല്ലാവചനം പറയുന്നവരുണ്ട്, ഏഷണി പറയുന്നവരുണ്ട്. ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ, ജോലിയിൽ നിന്ന് പുറത്താക്കാൻ, കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ, എന്തെല്ലാം നുണക്കഥകൾ ഏഷണികളൊക്കെ പറഞ്ഞിട്ടേ പുറത്താക്കാൻ പല പണികളും എടുക്കുന്നവരുണ്ട്. ഒന്നും പേടിക്കണ്ട, ദൈവം നിന്നെ പുറത്താക്കില്ല. എഴുതിയിട്ടുണ്ട് 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, അപ്പം പുറത്താക്കിയവനെ യേശു കണ്ടു. ദൈവം നിന്നെ കാണുന്നു, നിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അറിയുന്നു, ഓഫീസിലെ കാര്യങ്ങൾ അറിയുന്നു, ജോലിയിലെ ആ ബുദ്ധിമുട്ട് അറിയുന്നു, ആ കമ്പനിയിലെ ബുദ്ധിമുട്ട് അറിയുന്നു, ആ മേഖലയിലെ ആ പ്രതിസന്ധി ദൈവം അറിയുന്നു. ദൈവം നിന്നെ കാണുന്നുണ്ട്. നിൻ്റെ അവസ്ഥയും കഷ്ടപ്പാടും ദൈവത്തിനറിയാം. അനുഭവിക്കുന്ന മനോദുഃഖത്തിൻ്റെ ആഴം ദൈവത്തിനറിയാം. ദൈവം നിന്നെ കൈവിടത്തില്ല. മനുഷ്യൻ പുറത്താക്കും, ഒഴിവാക്കും, ഓടിക്കും, പലതും പറയും. പക്ഷെ ദൈവം നിന്നെ പുറത്താക്കില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്താക്കില്ല. ദൈവം തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിന്നെ പുറത്താക്കില്ല. ദൈവത്തിൻ്റെ സൗഖ്യത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്താക്കില്ല. ദൈവത്തിൻ്റെ ആ കടാക്ഷത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്താക്കില്ല. ദൈവം പുറത്താക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ ഒത്തിരി അനുഭവിച്ച ഒരാളാണ് ഞാൻ. ദൈവം എന്നെ പുറത്താക്കിയായിരുന്നെങ്കിൽ നമ്മൾ പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു. ദൈവം നമ്മളെ പുറത്താക്കില്ല. ഒറ്റപ്പെട്ട് ജീവിക്കുവാണോ? എല്ലാവരും പിണങ്ങിപ്പോയോ? വാശി പിടിച്ച് മാറി നിൽക്കുവാണോ? ദൈവം നിന്നോട് പിണങ്ങില്ല കേട്ടോ. ദൈവം നിന്നെ പുറത്താക്കില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ദൈവം നിൻ്റെ കണ്ണുനീർ തുടയ്ക്കും. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം നിന്നെ കൈ പിടിച്ച് നടത്തും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വെള്ളിയാഴ്ച
7 ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണമുള്ള 3-ാം വെള്ളിയാഴ്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. മാനസികമായ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി പേർക്ക് മനോദുഃഖം കൂടുതലാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ പ്രധാനപ്പെട്ടതാ മനസ്സിൻ്റെ ആരോഗ്യവും. ഇന്നൊത്തിരി പേർക്ക് മനസ്സിൻ്റെ ആരോഗ്യം കറക്റ്റല്ല. ഒത്തിരി പേർക്ക് ഡിപ്രഷനുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഡൗൺ ആകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആരെങ്കിലുമൊക്കെ പുറത്താക്കിയോ? ഭാരപ്പെടണ്ട. ദൈവം നിന്നെ കാണുന്നുണ്ട്. ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തളരൊന്നും വേണ്ട കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. മനസ്സ് വല്ലാണ്ടാവുമൊന്നും വേണ്ട. ഒരു ദോഷവും വരത്തില്ല. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. നന്മയായിട്ടുള്ളത് വരട്ടെ. ഒരു ദോഷവും വരത്തില്ല. ഒരു തിന്മയും വരില്ല. ദൈവത്തിൽ വിശ്വസിച്ചാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറും. പിള്ളേരുടെ ജീവിതം അനുഗ്രഹമാവും. ആ ജോലിയിൽ പ്രമോഷൻ കിട്ടും. ആ രോഗസൗഖ്യമാകും. ആ ഓപ്പറേഷൻ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ നീ ചാടി എഴുന്നേൽക്കും. ആ പിള്ളേരുടെ വിവാഹം ഏറ്റവും മനോഹരമായി നടക്കും. അനുഗ്രഹമുള്ളൊരു തലമുറയെ ദൈവം തരും. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. ആ കടബാധ്യത മാറും. ആ ലോൺ അടയ്ക്കാൻ ഇടവരും. പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ കഴിയും. വിവാഹം നടക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കും. പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകും. വഴിത്തിരിവുകൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. പ്രമോഷൻ ലഭിക്കും. ശമ്പള വർധനവുണ്ടാകും. സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാവും. പിണക്കം മാറും. ആ അകൽച്ച മാറും. ആ തെറ്റിദ്ധാരണ മാറും. സമാധാനം നിറയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് കേട്ട വചനം നിങ്ങളെ സഹായിക്കും. ഇന്ന് കേട്ട വചനം എൻ്റെ ജീവിതമാണ്, അനുഭവമാണ്. സാധ്യമായ എല്ലാവരോടും ഈ വചനം കൊടുക്കണം. ഇതൊരു സൗഖ്യമായി മാറുന്ന വചനമാണ്. ഈ വചനം അനേകർക്ക് കൊടുക്കാനിടയാകട്ടെ. വചനം കേൾക്കുന്ന, വചനം അയച്ചു കൊടുക്കുന്ന, എഴുതി വച്ച സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.